ഒറിജിനലിനെ വെല്ലുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശില്പം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ് അനാച്ഛാദനം ചെയ്തത്. മക്കളായ ചാണ്ടി ഉമ്മനും മറിയയും കൊച്ചുമകൻ എഫിനോവയും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ് 6 മാസം കൊണ്ട് നിർമ്മിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രതിമയുള്ളത്. ചുണ്ടിൽ ചിരിയുമായി നിൽക്കുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം വാക്സ് മ്യൂസിയത്തിലാണ് ജീവൻ തുടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപുള്ള ഊർജ്ജസ്വലനായ ഉമ്മൻചാണ്ടി അടുത്തു വന്ന് നിന്നതുപോലെയാണ് തോന്നിയതെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. ജീവിക്കുന്നു. പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോടെ വന്നടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി. അപ്പോൾ ഒത്തിരി മനസ്സിൽ പല വികാരങ്ങളും വന്നു. ആ സ്നേഹത്തിൽ ചാലിച്ച സുനിൽ ചെയ്ത ഈ വാക്സിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രതിമ തൊട്ടുനോക്കിയും വിതുമ്പിയുമാണ് ഭാര്യ മറിയാമ്മ ഉമ്മൻ ഓർമ്മകൾ പങ്കുവച്ചത്. ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന വാക്കുകൾ ഇപ്പോഴും ഹൃദയത്തിലാണെന്നും മറിയാമ്മ ഉമ്മൻ കൂട്ടിച്ചേർത്തു. മെഴുകു പ്രതിമ നിർമ്മിക്കുന്നതിൽ സാധാരണ എതിർപ്പാണ് പ്രകടിപ്പിക്കുക. പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പക്ഷേ ഈ മെഴുകു പ്രതിമ കണ്ടപ്പോൾ ജീവൻ തുടിക്കുന്നത് പോലെ തോന്നിയെന്നും ചാണ്ടി ഉമ്മൻ. എന്റെ പിതാവിന്റെ മരണശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ പൊതുവെ പ്രതിമ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ ചെന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവരുടെ ഒരു പ്രതിമ വേണം എന്നുള്ളതാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, പ്രതിമയെക്കാട്ടിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അന്ന് തന്നെ വാക്കുകൊടുത്തതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പ്രതിമയുണ്ടാക്കാൻ 6 മാസമാണ് വേണ്ടി വന്നത്. കേട്ടത് എന്തുകൊണ്ടെന്നത് നമ്മൾക്ക് മലയാളികളോടൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കാര്യം എല്ലാ ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞ പോലെ ഒരു പ്രതിമ വെക്കേണ്ട കാര്യമില്ല ഉമ്മൻചാണ്ടിക്ക്. എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ലോകത്തോട് കാണിക്കാൻ ഉമ്മൻചാണ്ടി നമ്മുടെ അടുക്കയും ഉമ്മൻചാണ്ടി ഉണ്ട് എന്ന് ലോകത്തോട് കാണിക്കാൻ നമുക്കൊരു മ്യൂസിയമുണ്ട്. ഈ മ്യൂസിയത്തിൽ വെക്കുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ മോഡൽ ചെയ്തത്. അലസമായിട്ട തലമുടി, അതേ ഉയരം, വലിപ്പ വ്യത്യാസമുള്ള ചെരുപ്പുകൾ പോലും അതേപടി. ശരിക്കും ജീവനുള്ള ഓസിയെ കണ്ട അനുഭവമായിരുന്നു മ്യൂസിയത്തിൽ എത്തിയവർക്കുണ്ടായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.